നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ മന്ത്രിയുടെ കുടുംബ പ്രശ്നം അതിനൊരു പരിഹാരമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മന്ത്രിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. തീർത്തും സ്വകാര്യമാകേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, കുടുംബത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. ഒടുവിൽ അത് മന്ത്രിയുടെ രാജി എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരുന്നു. പക്ഷേ മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കൊടുവിൽ ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞതായി ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പ്രതികരണങ്ങൾ വൈകാരികമായിരുന്നുവെന്നും ഇനി വിവാദങ്ങളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയിച്ചിരിക്കുന്നത്. അതായത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവായി. ഇനി അതിൽ പിടിച്ച് ഒരു ചർച്ച നടത്താൻ അല്ലെങ്കിൽ പരാതിയുമായി പോകാൻ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല. എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഒരു ട്വിസ്റ്റുമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ രംഗത്ത് വരുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഗണേഷ് കുമാർ തന്നെ ഫോണിൽ വിളിച്ചുവെന്നും ഇതൊരു കുടുംബ പ്രശ്നമാണെന്നും ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂവെന്നും ഭാര്യ പറഞ്ഞു. ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗണേഷ് തന്നോട് മാപ്പ് പറയാനാണ് കാത്തിരുന്നത്. പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിച്ചു പരിഹരിക്കാമെന്ന് ഗണേഷ് കുമാർ ഉറപ്പും നൽകിയിട്ടുണ്ട്. ഗണേഷിനെതിരെ പരാതി നൽകില്ല. തനിക്ക് 5000 പ്രണയമുണ്ടെന്ന് ഗണേഷ് പറഞ്ഞതാണ് വേദനിപ്പിച്ചത്. പ്രതികാര നടപടികളൊന്നും ഉണ്ടാകില്ല. ഗണേഷിന് ഇട്ടെറിഞ്ഞു പോകാനായിരുന്നില്ല ആരോപണങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ഭാര്യ ഉന്നയിച്ച ആരോപണം വിവാദമായതോടെ ഗണേഷിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു തീരുമാനം കൃത്യമായിട്ട് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മന്ത്രിയുടെ രാജി സംബന്ധിച്ചൊരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്നും ഗണേഷിന്റെ രാജി ചോദിച്ചു വാങ്ങുമെന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം കുടുംബ പ്രശ്നമൊക്കെ തന്നെ പരിഹാരമായി, സോൾവായി എന്ന് പറഞ്ഞ് ഭാര്യ വരുന്നുണ്ടെങ്കിലും കൂടി ഇതിപ്പോൾ 2 ദിവസം ചർച്ചയാക്കിയത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുന്ന വളരെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വളരെ ഗുരുതരമാണ് എന്നുള്ളത് ഓർക്കണം. അതിനാൽ തന്നെ ഗണേഷ് കുമാറിന്റെ രാജി മന്ത്രിസഭ ചോദിച്ചു വാങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇതിനിടയിലാണ് വിഷയത്തിൽ വഴിത്തിരിവുണ്ടാക്കും വിധത്തിൽ മന്ത്രിയുടെ ക്ഷമാപണം ഉണ്ടായിരിക്കുന്നത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുണ്ടായിരുന്ന വലിയ അസ്വാരസ്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിൽ നിർണായകമായത് ഒരു സുഹൃത്തിന്റെ ഇടപെടലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ സുഹൃത്ത് പാലക്കാട്ടുള്ള ബിന്ദു മേനോന്റെ വീട്ടിലെത്തുകയായിരുന്നു. പിന്നീട് ഗണേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായി അദ്ദേഹം അവിടെ വെച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. തുടർന്ന് അവിടെ നിന്ന് തന്നെ ഫോണിൽ ഗണേഷിനെ വിളിച്ചു. ഈ ഫോണിലൂടെയാണ് ഗണേഷ് ഭാര്യയോട് സംസാരിക്കുകയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുകയും ചെയ്തത്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്ന് വൈകാരികമായി പറഞ്ഞ ഗണേഷ് ഇനി തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഭാര്യയ്ക്കും ഉറപ്പും കൊടുത്തു. ഇതോടെയാണ് ബിന്ദു മേനോൻ അനുനയത്തിലായത്. നേരത്തെ തന്നെ തന്നോട് ഭർത്താവ് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നും ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പരസ്യമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുമുന്നണി കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ഗണേഷിന്റെ രാജി സർക്കാർ ആവശ്യപ്പെട്ടേക്കുമെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഈ സുഹൃത്തിന്റെ ഇടപെടലിലൂടെ കുടുംബ പ്രശ്നം കുടുംബത്തിനുള്ളിൽ തന്നെ ഒത്തുതീർപ്പായതോടെ സർക്കാരിന്റെ മുന്നണിക്കും വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് ഉയർത്തിക്കാട്ടിയ ഒരു തിരിച്ചടി സർക്കാർ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇതിനൊപ്പം തന്നെ നിഴലിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തിന്മേൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഇതോടെ നീങ്ങിയെന്നാണ് കേരള കോൺഗ്രസ് ബി വിലയിരുത്തുന്നത്. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടും ഇനി അനുകൂലമാകാനുള്ള സാധ്യത ഒരു 50-50% ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി മന്ത്രി ഗണേഷ് കുമാർ തമ്മിൽ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നടക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ആ കൂടിക്കാഴ്ച നടക്കുക. ആ കൂടിക്കാഴ്ചയിലായിരിക്കും മന്ത്രിയുടെ രാജിയാണോ മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങുന്നത്, അതോ മന്ത്രിയെ ശാസിച്ചു വിടുകയാണോ ചെയ്യുന്നത്, അതോ മുഖ്യമന്ത്രി എന്ത്
ഈ കാര്യത്തിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതിനി 3 മണി വരെ കാത്തിരിക്കേണ്ടി വരും. ആ ഒരു 3 മണി വരെയുള്ള സമയമായിരിക്കും ഗണേഷ് കുമാറിന് ഏറ്റവും നെഞ്ചിടിപ്പുള്ള സമയമെന്ന് പറയാം. ഏതായാലും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച വിവരം മന്ത്രി മുഖ്യമന്ത്രി ഔദ്യോഗികമായി അറിയിക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമായിരുന്ന ഒരു വലിയ വിവാദം അവസാനിച്ചത് നേതൃത്വത്തിനും ആശ്വാസമായി. CPI അടക്കമുള്ള ഘടകകക്ഷികളും ഇനി ഈ വിഷയം മന്ത്രിസഭയിൽ ഉന്നയിക്കാൻ സാധ്യതയില്ല. എന്നാൽ കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. കാരണം അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ വീണ് കിട്ടിയ ആയുധമാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മുഖ്യമന്ത്രി ഉചിതമായ നിലപാട് എടുക്കണമെന്നാണ് ആവശ്യം. ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു ആരോപണം, പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. പക്ഷെ അവർ പരാതിയുമായി മുൻപോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ലെന്ന് അവർ അറിയിച്ചിരുന്നു. പക്ഷേ തന്റെ പക്കൽ ഫോട്ടോ അടക്കമുള്ള തെളിവുകൾ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രമ്യതയിലെത്തിയ സ്ഥിതിക്ക് ആ ഫോട്ടോസൊക്കെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ അവിടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി മാറും. പക്ഷേ ഇതോടുകൂടി പുറത്തു വരാൻ സാധ്യതയുണ്ടായിരുന്ന ദൃശ്യങ്ങളും മറ്റു വിവാദങ്ങളും ഇതോടെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത്. വിഷയം പൂർണ്ണമായ ഒരു കുടുംബ പ്രശ്നമായി ചുരുങ്ങിയതോടെ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ തടസ്സങ്ങളില്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറെ നിർണായകം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗണേഷ് മന്ത്രിസഭയിൽ തുടർന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന അഭിപ്രായം ഇടതുമുന്നണി നേതാക്കൾക്കുണ്ട്. കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഗണേഷ് മന്ത്രിസഭാ യോഗത്തിന് മുൻപ് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ രാജിക്കത്ത് നൽകി വിവാദത്തിൽ നിന്ന് തലയൂരാൻ ഗണേഷ് ശ്രമിക്കാനുള്ള സാധ്യതയും മുതിർന്ന നേതാക്കൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രേഖാമൂലമുള്ള പരാതിയില്ലാതെ കുടുംബ പ്രശ്നത്തിൽ ഗണേഷിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടാൻ സാധ്യതയില്ലെന്നും വിശ്വസിക്കുന്നവരുണ്ട് മുന്നണിയിലെ. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകമാവുക. മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് സീറ്റ് നൽകുക LDFന് ബുദ്ധിമുട്ടാവും. സ്വതന്ത്രനായി മത്സരിച്ചാലും മുന്നണിക്ക് പിന്തുണയ്ക്കാനാവില്ല. ഇതെല്ലാം കണക്കിലെടുത്താവും അന്തിമ തീരുമാനം. ഏതായാലും അത് ഇന്ന് തന്നെ അറിയാം. ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം ഇന്നുണ്ടാവും. ആ മന്ത്രി കസേര അതവിടെ സേഫ് ആണോ, അതോ മുഖ്യമന്ത്രി ഇന്ന് 3 മണിക്ക് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അത് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ഏറെ നിർണായകം.